വോട്ട് ചെയ്യാൻ വേണ്ടി പേച്ചക്ക് 3 മണിക്കുള്ള കള്ളവണ്ടി ശബരി എക്സ്പ്രസ് കയറി എന്നാണ് നമുക്ക് അറിയാൻ കിട്ടിയിരിക്കുന്നത്. അതെന്തെങ്കിലും ആകട്ടെ, ആരാണ് അതിജീവിത? തൊട്ടാ പൊട്ടാത്ത ഇംഗ്ലീഷ് പൊട്ടാത്ത സിനിമയിലെ അഭിനയത്തിന് ഓസ്കാർ അവാർഡ് കരസ്ഥമാക്കിയ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അണ്ടിപ്പള്ളിക്കാവ് ശാന്തയ്ക്കാണ് ഈ ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. കഷ്ടം കഷ്ടം കഷ്ടം. പാലക്കാട് ഭാരത് മാതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മാധവ് ശങ്കർ. മാധ്യമ മത്സരങ്ങളുടെയും റേറ്റിംഗിനു വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കുന്നതിന്റെയും ഇരകളാകുന്നവരുടെ ദയനീയ കാഴ്ചകളും മാധ്യമ മേഖലയിൽ ഇന്ന് അനുഭവപ്പെടുന്ന മൂലിച്യുതിയുമാണ് മാധവ് ശങ്കർ ഹൈസ്കൂൾ വിഭാഗം മോണോ ആക്ട് വേദിയിൽ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചത്. സത്യസന്ധമായ മാധ്യമപ്രവർത്തനം സമൂഹത്തിന് അനിവാര്യമാണെന്ന അഭിപ്രായമുള്ള മാധവ് ശങ്കർ മാധ്യമ ലോകത്തെ അനഭിലഷണീയമായ ചില പ്രവണതകളെ തുറന്നു കാട്ടുകയായിരുന്നു. വാർത്തകൾ കച്ചവടച്ചരക്കാക്കി മാറ്റുന്ന വർത്തമാന കാലഘട്ടത്തിൽ സമൂഹത്തിന്റെ നന്മയ്ക്കും നേരിനും വേണ്ടി മാത്രം നിലനിന്നിരുന്ന മാധ്യമ കാലഘട്ടം തിരിച്ചു വരണമെന്നാണ് മാധവ് ശങ്കർ അഭിപ്രായപ്പെടുന്നത്. മാധ്യമങ്ങളെ വിമർശിക്കുന്നതിനോടൊപ്പം മാധ്യമങ്ങൾക്ക് നേരെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ കടന്നുകയറ്റത്തെയും ആക്ഷേപഹാസ്യത്തിലൂടെ വിമർശിക്കുന്നുണ്ട് മാധവ് ശങ്കർ. കാണികളിൽ ചിരി പടർത്തിയ അഭിനയ മികവിന് നിറഞ്ഞ കയ്യടികളാണ് ലഭിച്ചത്. റേറ്റിംഗിന് വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കുന്ന മാധ്യമങ്ങളെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ച ഒരു കൊച്ചുമിടുക്കനാണ് എന്നോടൊപ്പം ഉള്ളത്. മാധവ് ശങ്കറാണ് മോണോ ആക്ട് വേദിയിൽ താരമായി മാറിയത്. എന്താണ് ഈ മോണോ ആക്ടിൽ ഇത്തരത്തിലുള്ള ഒരു വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം? നമ്മുടെ ജനാധിപത്യത്തിന്റെ കോർണർ സ്റ്റോർ എന്ന് പറയുന്നത് ജേർണലിസവും മീഡിയ ആണെന്ന് ഞങ്ങൾ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് ഞാൻ. അപ്പോൾ അതുപോലെ തന്നെ മീഡിയ അപ്പോൾ ഫാക്സിനെ പ്രോപ്പറായി പ്രസൻറ്റ് ചെയ്യണമെന്നും അതിനെ പ്രൊഫഷണലായിട്ട് ഹാൻഡിൽ ചെയ്യണമെന്നും വിശ്വസിക്കുന്ന ഒരാളുമാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ റേറ്റിങ്ങിന് വേണ്ടി നടക്കുന്ന കാട്ടിക്കൂട്ടലുകൾക്കെതിരെയായിട്ടാണ് ഈ മോണോ ആക്ട് അവതരിപ്പിക്കുന്നത്. ഇത് ജില്ലയിൽ വേറൊരു സാധനമായിരുന്നു, സ്റ്റേറ്റിലേക്ക് വന്ന സമയത്ത് കുറച്ചും കൂടെ റിലവൻ്റ് ആയിട്ടുള്ള വിഷയം എടുക്കാമെന്ന് കലാഭവൻ നൗഷാദ് മാഷ് പറഞ്ഞുകൊണ്ട് ഇത് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഈ ആശയം മാഷാണ് തിരഞ്ഞെടുത്തത്? അതെ അതെ. പിന്നെ ഞങ്ങളും ഓക്കെ പറഞ്ഞു, കാരണം ഇതിപ്പോൾ ആവശ്യമുള്ളൊരു വിഷയമാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ സമ്മതം മൂളി. ഈ മാധ്യമങ്ങൾ ഇങ്ങനെ ആക്ഷേപിച്ചിട്ട് അവതരിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഭയം തോന്നുന്നുണ്ടോ? ഇല്ല, മാധ്യമങ്ങളെ ആക്ഷേപിച്ചതല്ല. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യമുള്ള നല്ല മാധ്യമങ്ങളും നല്ല ജേർണലിസ്റ്റുകളും നമ്മുടെ രാജ്യത്തിന് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു കലയെ വളച്ചൊടിക്കുന്നവരെയാണ് ഇതിൽ അപമാനിക്കുന്നത്. അപ്പോൾ നല്ല ജേർണലിസ്റ്റുകൾക്കൊന്നും ഇതിൽ മോശം തോന്നാനുള്ള ഒരു സംഭവം ഇല്ല ഇതിൽ. അത്രേ ഉള്ളൂ. നല്ല വിമർശനമാണ് ഉദ്ദേശിച്ചത്? നല്ല വിമർശനം, ക്രിറ്റിസിസം, വളർച്ചയ്ക്കായിട്ടുള്ള ക്രിറ്റിസിസം, അത്രേ ഉള്ളൂ. എന്തായാലും മനോഹരമായിരുന്നു ഈ നമ്മുടെ ഈ മിടുക്കന്റെ അവതരണം. അത് നമുക്ക് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഒന്ന് കാണാം. നമസ്കാരം. പത്തനംതിട്ടയിലെ ഇട്ടാവട്ടത്ത് തട്ടിയും മുട്ടിയും രാഷ്ട്രീയം കളിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരുവൻ, എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ പാട്ടിലാക്കി പീഡിപ്പിച്ചെന്ന ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കല രാഷ്ട്രീയക്കാരെ. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കട്ടപ്പുകയാകുമ്പോൾ ആരംഭിക്കാം പ്രൈം ടൈം. കഷ്ടം, പാവപ്പെട്ടവന്റെ പച്ചമാംസം ഇറച്ചിക്കടയിലെ എച്ചിൽ പട്ടികളെ പോലെ വലിച്ചു കീറണ മാധ്യമ സംസ്കാരം. അഭിനന്ദിക്കാനെത്തിയവരിൽ ഭൂരിഭാഗവും മാധ്യമപ്രവർത്തകരായിരുന്നു എന്നതും മാധവ് ശങ്കറിന്റെ അവതരണ മികവിന് ലഭിച്ച അംഗീകാരമാണ്. കലാഭവൻ നൗഷാദാണ് പരിശീലകൻ. സംസ്ഥാന കലോത്സവത്തിൽ ആദ്യമായാണ് പങ്കെടുക്കുന്നത്. പാലക്കാട് പിരായിരി കൈമുക്കിൽ ശ്യാംശങ്കർ നിഷ ദമ്പതികളുടെ മകനാണ്. മാളവിക സഹോദരിയാണ്. എല്ലാവരെയും വിമർശിക്കുന്ന മാധ്യമങ്ങൾക്കും ഇടയ്ക്ക് ഒരു വിമർശനം അനിവാര്യമാണ്. എന്തായാലും മികച്ച പ്രകടനമാണ് മാധവ് ശങ്കർ കാഴ്ചവെച്ചത്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം റഷീദ് അരുമപ്പെട്ടി.